ഹലോ ഗൈസ്, അങ്ങനെ നമ്മൾ മോസ്റ്റ് അവെയിറ്റിംഗ് ആയിട്ടുള്ളൊരു പടം ഡിസംബർ 18-ാം തീയതി റിലീസാവുന്ന ഭയഭക്തി ബഹുമാനം ആ സിനിമയുടെ ട്രെയിലർ വന്നിരിക്കുകയാണ്. സോ അപ്പം നമ്മൾ അതിൻ്റെ ഒരു ട്രെയിലർ റിയാക്ഷൻ ഇപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ആ ട്രെയിലറിനകത്തേക്ക് പോകാം. എന്താണ് അവിടെ ഉള്ളതെന്ന് നമുക്ക് നോക്കാം. അടിപൊളിയായിരിക്കും എന്നാണ് നമ്മുടെയൊക്കെ പ്രതീക്ഷ. ദിലീപേട്ടൻ്റെ ലൈഫിൽ ഏറ്റവും സന്തോഷമുള്ളൊരു ടൈം ആയിരിക്കും ഇപ്പം. ആൾ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഇഷ്യൂസിൽ നിന്നെല്ലാം ഒന്ന് ഫ്രീ ആയിട്ട് ഇറങ്ങിയതിന് ശേഷം വരുന്ന ട്രെയിലറാണ്. സോ അപ്പോൾ ഇരട്ടി മധുരമായിരിക്കും അതിന്. സോ കുറേ കാലങ്ങളായിട്ട് നമുക്ക് ദിലീപേട്ടൻ്റെ സിനിമകളിലെല്ലാം നമുക്ക് പല സിനിമകളിലും ഉണ്ടായിരുന്ന ആ ഒരു പരാതി ഈ സിനിമയിലൂടെ മാറുമെന്ന് തന്നെ പ്രതീക്ഷിക്കുക. ഇതുവരെയുള്ള പല അപ്ഡേറ്റുകളും പല ഇൻ്റർവ്യൂസിലും എല്ലാം കേട്ടിടത്തെങ്കിൽ വെച്ച് ഈ പടം അത്രയും സൂപ്പറായിരിക്കും എന്നുള്ളതാണ്. പഴയകാല ദിലീപേട്ടനെ നമുക്ക് വീണ്ടും തിരിച്ച് കിട്ടുമെന്നുള്ള പ്രതീക്ഷ ഈ സിനിമയിൽ നമുക്ക് എന്തായാലും ക്രിസ്മസ് റിലീസിന് നമുക്കൊരു നല്ല അടിപൊളി ഒരു ദിലീപ് ചിത്രം കിട്ടുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. എൻ്റെ ഈ ചാനലിനകത്തെ ഫസ്റ്റ് ട്രെയിലർ റിയാക്ഷനും കൂടിയാണിത്. സോ അപ്പം നമ്മുടെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി ഒന്ന് പരിഗണിക്കണം കേട്ടോ. അതേപോലെ തന്നെ തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ ഉണ്ട്, അതും കൂടി എനേബിൾ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന പുതിയ പുതിയ വീഡിയോസ് നിങ്ങളുടെ അടുത്തേക്ക് എത്തുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ട്രെയിലറിലേക്ക് അപ്പോൾ പോകാവേ. അപ്പോൾ ഫ്രണ്ടിൽ തന്നെ വന്ന് കിടപ്പുണ്ട്. സോ അപ്പം നമുക്കതൊന്ന് നോക്കാം. ട്രെൻഡിങ്ങിലായെന്ന് തോന്നുന്നു. ഇപ്പം തന്നെ ഏകദേശം 78K ആയിട്ടുണ്ട്. 39 മിനിറ്റ് ആയിട്ടുള്ളൂ ട്രെയിലർ വന്നിട്ട്. സോ അപ്പം നമുക്ക് നോക്കാം. നമസ്കാരം. നിങ്ങൾക്ക് എന്നെ മനസ്സിലാക്കാം. കാരണം ഇപ്പൊ ഈ നാട്ടിൽ മുക്കിലും മൂലയിലും വരെ എന്റെ മുഖചിത്രമാണ്. അത് കൊള്ളായിരുന്നു കേട്ടോ. നേരെ സത്യസന്ധമായിട്ടുള്ള കാര്യം. നമ്മളൊരാളുടെ തല പിടിച്ചതിന് ശേഷം നമ്മളിങ്ങനെ തന്നിമത്ത കെട്ടിയ പോലെ മാരക ലുക്കാണല്ലോ. ഇങ്ങനെ ഒരു വേഷത്തിൽ നമ്മൾ അധികം ദിലീപേട്ടനെ കണ്ടിട്ടില്ലല്ലോ അല്ലേ? നോക്കിക്കേ, എന്താ അടിപൊളിയല്ലേ? I will take you to the miraculous universe of the most wanted person you are searching for. Flashback for my name. ഓ, ഈ പുള്ളിയുണ്ടോ? ആ കണ്ടത് CID മ്യൂസിക്കകത്തെ വണ്ടിയാണോ? കണ്ടിട്ട് അങ്ങനെ തോന്നുന്നു. അതാണെന്ന് തോന്നുന്നു കേട്ടോ. ഒത്തിരി റെഫറൻസസ് ഉള്ള പോലെ തോന്നുന്നു. ഓ, മീശമാധവൻ, മുകുന്ദനുണ്ണി, അഡ്വക്കേറ്റ്. സന്ധിക്ക് പറയ്ക്കും വണക്കം എന്ന് സാധാരണക്കാരൻ. സാധാരണക്കാരൻ അതിപ്പോ പറയാൻ കഴിയില്ല. വീണ്ടും ഇതിനകത്ത് കുറെ റെഫറൻസസ് ഉണ്ട് കേട്ടോ. ഇത് ജനങ്ങൾ മുഴുവനും നിനക്ക് വേണ്ടി ആർപ്പൊളിക്കണം. എല്ലാവരുടെയും കണ്ണുകളിൽ നീ മിന്നി മിന്നി തിളങ്ങണം. ഇതവന്റെ ഒടുക്കത്തെ കളിയാ. ഇതോടെ അവന്റെ ഷോയ്ക്ക് ഞാൻ കാർസ്റ്റനിടും. അതായിരുന്നു ഞാൻ കാത്തിരുന്ന എന്റെ കംബാക്ക് മൊമെന്റ്. സത്യമാവും കേട്ടോ. നമ്മളെ 8-ാം തീയതി ഡിസംബർ 8 ദിലീപേട്ടൻ്റെ ജീവിതത്തിൽ വന്നൊരു വലിയ ദിവസമാണ്. അതിനുശേഷം വരുന്ന ഒരു സിനിമ. സോ എല്ലാവരുടെ എക്സ്പെക്റ്റേഷൻ അത്രയും കൂടുതലായിരിക്കും. അതേപോലെ തന്നെ പുള്ളിയുടെ ഒരു കംബാക്ക് ആയിരിക്കും. ആ ലുക്ക് നോക്കി തന്നെ അടിപൊളിയായിട്ടുള്ള ഒരു ലുക്കും. നമുക്ക് ആ ഒരു പഴയ ദിലീപേട്ടനെ നമുക്ക് തിരിച്ചു കിട്ടുമെന്ന് തോന്നുന്നു. ബാക്കിയും കൂടെ കണ്ടിട്ട് വരാം. ഓ, ജനപ്രിയ നായകൻ. സത്യം താൻ കടമയെ ചെയ്യും. അവനും അണ്ണനും ഒരുമിച്ച് ചെയ്ത കാര്യങ്ങൾ അണ്ണൻ മിക്കവാറും ലാലേട്ടനായിരിക്കും. നോക്കാം. അതൊരൊന്നൊന്നര കാലമായിരുന്നു. ഓ മൈ ഗോഡ്, the real OG. Oh, ഈ പടം മിക്കവാറും കലക്കും എന്നുള്ളതിന് ഒരു സംശയമില്ല. മോസ്റ്റ് പ്രോബബ്ലി ഇത് ക്രിസ്മസിന് ഒരു വമ്പൻ ഹിറ്റാവുമെന്നാണ് തോന്നുന്നത്. ലാലേട്ടനും ദിലീപും രണ്ടു പേരും കൂടെ തകർത്ത് അഴിഞ്ഞാടാൻ പോകുന്നൊരു സിനിമ ആയിരിക്കും ഇത്. ട്രെയിലർ കണ്ടിട്ട് എനിക്ക് അടിപൊളിയായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. എന്തായാലും നമുക്ക് കാത്തിരിക്കാം. ഇനി 1 വീക്ക് 1.5 ആഴ്ചയും കൂടെ ഉണ്ട് ഈ സിനിമയുടെ റിലീസിന്. 18-ാം തീയതി അല്ലേ? സോ എന്തായാലും കാത്തിരിക്കാം. എന്തായാലും സംഭവം അടിപൊളിയായിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറേ നാളിന് ശേഷം ദിലീപേട്ടൻ്റെ ഫുൾ ഫോമിൽ വരുന്നൊരു സിനിമ. അപ്പോൾ എന്തായാലും നമുക്കത് കാത്തിരിക്കാം അതിന് വേണ്ടി. സോ അപ്പം ഈ വീഡിയോ നമ്മളിവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുകയാണ്. ഇനി നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് അപ്പോൾ കണ്ടുപിടുന്നതിന് വരെ ടേക്ക് കെയർ, ബൈ.